എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിന് നമസ്കാരം. ഞാൻ ഇന്ന് മൂന്നാറാണ് നിൽക്കുന്നത്. മൂന്നാർ ആനച്ചാലിലുള്ള മഷ്റൂം വാലി ഹോം സ്റ്റേയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് പോകുന്നതാണ് ഇന്നലെ. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു 10-15 പേരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമല്ല, ഒരു ചെറിയൊരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സൗകര്യങ്ങൾ തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ വേറൊരു ഹോം സ്റ്റേ ഉണ്ട്, മഷ്റൂം വാലി ഹോം സ്റ്റേ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫാമിലിക്ക് കുറച്ച് സ്പേസ് കൊടുക്കാം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയാലും ഞാൻ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. ബട്ട് ഈ ഹോം സ്റ്റേയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് കാണണ്ട, ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല, പ്രൊമോഷണൽ വീഡിയോ ആണ്, ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ആംബിയൻസ്, സൂപ്പർ സ്ഥലം, കിടിലൻ സ്ഥലം. മൂന്നാർ നമുക്ക് ഇവിടെ നിന്ന് മൂന്നാറേക്ക് ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട്. എന്നാലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് മൂന്നാർ വെളുപ്പിന് എഴുന്നേറ്റ് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ കാണിച്ചു തരാം റിസോർട്ടിൻ്റെ ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും കാഴ്ചകളും. നിങ്ങളതേ കണ്ടോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഒരു 2 വലിയ ബസ്സിന് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. ഇതാണ് മഷ്റൂം വാലി ഹോം സ്റ്റേ. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ പുറകിലെ അകത്തുള്ള ഫെസിലിറ്റീസും നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കാണുന്ന പോലെ ഒന്നുമല്ല, പുറകിലുള്ള പൂന്തോട്ടമൊക്കെ തന്നെ കണ്ടാൽ മതി. ഇനി ഇവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ വലിയ ഒരു 6-7 വലിയ വണ്ടികൾ തന്നെ ഇടാൻ പറ്റും ഇവിടെ. ഇത് മേളിലത്തെ റൂമിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ. ഈ വഴി കൂടിയാണ് മേളിലത്തെ റൂമിലേക്ക് പോകുന്നത്. ബസ് റൂട്ടാണ് കേട്ടോ, നല്ല തിരക്കുള്ളൊരു ബസ് റൂട്ടുമാണ്. നമുക്ക് എങ്ങനെയാണ്, ബസ്സിനാണോ വരുന്നത്, 2 വീലറിനാണോ, കാറിനാണോ, ബസ്സിനാണോ, എല്ലാം ഈസി ആക്സസ് ആണ്. നല്ല അതിമനോഹരമായ പൂക്കളൊക്കെ ഉള്ള ഒരു സൂപ്പർ പൂന്തോട്ടമാണ്. പൂക്കളുടെ പേരൊന്നും എനിക്കങ്ങനെ അറിയില്ല, എന്നാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഓർക്കിഡ്സൊക്കെ ഉണ്ട്. ഇത് 75 സെൻറ്റിലാണ് കേട്ടോ ഈ റിസോർട്ട്, ഈ ഹോം സ്റ്റേ. റിസോർട്ടിൽ നിന്ന് വായി വരുന്നത്. ഈ ഹോം സ്റ്റേ 75 സെൻറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു 10-17 പേരുണ്ട്. ഈ 17 പേർക്കും കൂടെ ഞങ്ങൾക്കൊരു കോട്ടേജ് തന്നു. ആ കോട്ടേജിൽ നമുക്ക് 4 ബെഡ്റൂം ഉണ്ട്, പിന്നെ ഹാള്, കിച്ചൺ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാത്തിനും കൂടി അവർ ചാർജ് ചെയ്യുന്ന ആകെ 4000 രൂപയുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമുണ്ട്, ചെറിയൊരു കിഡ്സ് പാർക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇവർ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ജീപ്പ് സഫാരി മാങ്കുളം, ആനക്കുളം അങ്ങോട്ടാണ് ഇവർ ചെയ്യുന്നത്. ആനക്കുളം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു 40 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ മാങ്കുളത്ത് ആനക്കുളത്ത് നമുക്ക് കാണാനുള്ളത് ഒരു കുളമുണ്ട്. ആ കുളം എന്ന് പറഞ്ഞൊരു പുഴയാണ്. അവിടെ ആനകൾ സ്ഥിരമായിട്ട് വരും വെള്ളം കുടിക്കാനായിട്ട്. എല്ലാ ദിവസവും പോയാലും നമുക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അത് 1-2 അല്ല, ഒരു 10-25 ആന ഒരുമിച്ചേ വരുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടാണ് ജീപ്പ് സഫാരി. അതൊരു ഓഫ് റോഡിങ് ആണ്, പക്ക ഓഫ് റോഡിങ് സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് ജീപ്പ് സഫാരി ചെയ്യുന്നവർ. പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഒരു കുളമുണ്ട് അവിടെ താഴെ. 2 മറ്റേ ഫിഷ് ഫാം പോലെ, നമ്മളന്ന് നിക്സഞ്ചേട്ടൻ്റെ ഫിഷ് ഫാം ചെയ്തില്ലേ വീഡിയോ, അത് കാണിച്ചു തരാം ഞാൻ. ഫിഷ് ഫാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇവിടെ തിലാപ്പിയ തന്നെയാണ്, ഗിഫ്റ്റ് തിലാപ്പിയ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഫ്രൈ വെച്ച് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ അവർ തന്നെ ചെയ്തു തരും. അതേപോലെ നമ്മുടെ നിക്സൺ ചേട്ടൻ്റെ അതേ ഒരു സിസ്റ്റം ഉണ്ട്.
ഇപ്പോൾ ചെറിയ സീഡ്സ് ചെറുതാണെന്ന് പറഞ്ഞു. ചെറിയൊരു ഫിഷസാണ് ഇപ്പോൾ ഉള്ളത്. അത് വലുതായിട്ടില്ല. അത് കണ്ടില്ലേ? കാണാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചുറ്റുമതിലോട് കൂടിയ വേറെ പ്രശ്നക്കാരും വേറെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ജാതിക്കൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ജാതിക്കത്തോട്ടം. പിന്നെ ഏലം. ഈ ഏലം ഇപ്പോൾ പുതിയ ചെടിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, അധികമായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് ഉള്ള പ്ലാൻസ് ഒക്കെ ജസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇതിന് നടുക്കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റീറൂട്ട് ചെയ്തിട്ട് അവർ ഈ നടുക്കൂടി സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി താഴേക്ക് വിടാനുള്ളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ തന്നെ എല്ലാം അവർ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് മഷ്റൂം വാലിയിലെ റൂംസൊക്കെ കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂംസ് ഈ പറഞ്ഞ പാക്കേജാണ്. 4 ബെഡ്റൂം, ഹാള്, കിച്ചൺ എല്ലാം അടങ്ങുന്ന. പിന്നെ രണ്ട് കോമൺ റൂമിനും കൂടി ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതാണ് മഷ്റൂം വാലിയിലെ റൂംസ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു ഹാള്, ഇതൊരു ഡബിൾ ബെഡ്റൂമാണ് കേട്ടോ. ബാത്റൂം നീറ്റാണ്. പിന്നെ ബാൽക്കണി, ഈ 2 റൂമിനും കൂടെ ഉള്ള ബാൽക്കണി. ഇത് നമ്മൾ കണ്ട പൂന്തോട്ടം. ഇത് ഇവിടെ നിന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ടീ വാലി റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ ആ ഒരു ഏകദേശം ഒരു ആംബിയൻസ് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന്. കൊള്ളാം, സൂപ്പർ. ജാതിക്കത്തോട്ടം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി. സംഭവം അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ മഷ്റൂം വാലി, ആനച്ചാലുള്ള മഷ്റൂം വാലി റിസോർട്ടാണ് നിങ്ങളിന്ന് കണ്ടത്. അടിപൊളി റിസോർട്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോളണം. അപ്പോൾ വീണ്ടും പുതുമകൾ നിറഞ്ഞ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ജിനോ ട്രാവൽ ടെക് മെക്സ് സൈനിങ് ഔട്ട്.